നമ്മുടെ ഇന്ത്യൻ പൈതൃകവും സംസ്കാരവും അനുസരിച്ച് നമ്മുടെ ഭാരതത്തിനകത്ത് വെച്ച് ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് താലിമാല ചാർത്തുക എന്നുള്ളത്. അത് ഹൈന്ദവ രീതിയിലുള്ള കല്യാണമാണെങ്കിലും ക്രിസ്ത്യൻ മാരേജ് ആണെന്നുണ്ടെങ്കിലും ഈ താലിമാല ചാർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഈ താലിമാല ചാർത്തുന്നതിൻ്റെ പിന്നിലുള്ള സയൻസ് അല്ലെങ്കിൽ അതിൻ്റെ പൊരുൾ, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയാം. മഹാദേവൻ ശിവൻ്റെ അടുത്ത് പാർവതി തൻ്റെ പ്രേമ അഭ്യർത്ഥന നടത്തിയതിന് ശേഷം വധുവായിട്ട് പാർവതിയെ ശിവൻ സ്വീകരിക്കുന്നതിന് മുന്നേ പല പരീക്ഷണങ്ങളും അദ്ദേഹം നടത്തി. ആ പരീക്ഷണങ്ങളിലെല്ലാം പാർവതി വിജയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പാർവതിയെ തൻ്റെ പത്നിയാക്കാൻ വേണ്ടി, ആ ഒരു ബോണ്ടേജ് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന മാല, നമുക്കറിയാം ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല എന്ന് പറയുന്നത് സർപ്പമാണ്, അതും ഉഗ്രവിഷമുള്ള സർപ്പം. ആ സർപ്പത്തെ ആ പാർവതിയുടെ കഴുത്തിലേക്ക് അണിയിച്ചു കൊടുത്തു. അപ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്ന ആ മാല, പാമ്പ് കൊണ്ടുള്ള ആ മാലയെ ആ പാർവതിയുടെ കഴുത്തിലേക്ക് അണിയിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പാർവതിയെ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ചേർത്തു, മെയ്യിൽ പാതിയായി. അത് ഹൈന്ദവ സിദ്ധാന്തമനുസരിച്ചും ബൈബിളിൻ്റെ സിദ്ധാന്തമനുസരിച്ചും ഒരു ദേഹമായി തീരുന്നു, അവർ രണ്ടല്ല ഒന്നത്രേ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് പാർവതി ശിവൻ്റെ ജീവിതത്തിനകത്തേക്ക് ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാല എടുത്ത് അദ്ദേഹം പാർവതിയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ കാര്യമാണ് ഭാരത സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഒരു വിവാഹം, അത് ഹൈന്ദവ മേഖലയിലാണെങ്കിലും ക്രിസ്തീയ മേഖലയിലാണെങ്കിലും താലിമാല ചാർത്തുന്നതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു കാലഘട്ടം വരെ അണിയിച്ചിരുന്ന ആ ഒരു താലിമാല നാഗത്തിൻ്റെ രൂപത്തിലുള്ള ആ രീതിയിലുള്ള സ്ട്രക്ചറായിരുന്നു ആ മാലയ്ക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രതീകമായിട്ടാണ് ശിവൻ പാർവതിയെ മാല ചാർത്തി, അതിനെയാണ് ഭരണമാല്യമെന്നും താലിമാലയെന്നും മിന്നുകെട്ടുക എന്നൊക്കെ പറയുന്ന പല പദങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും കാര്യമൊന്നും തന്നെയാണ്. അപ്പോൾ ഇതേ കാര്യം ഇന്ന് ക്രിസ്തീയ കല്യാണത്തിനകത്തും അതേ രീതിയിൽ അനുവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛന്മാരാകട്ടെ, നമ്മുടെ ബിഷപ്പുമാരാകട്ടെ, നമ്മുടെ മെത്രാന്മാരാകട്ടെ, അങ്ങനെ ഓരോ ഗ്രേഡിൽ നിൽക്കുന്ന ആൾക്കാരും ഒരു വധുവിന് അനുഗ്രഹിച്ച് ഈ അണിയിക്കാനായിട്ട് വരൻ്റെ കയ്യിൽ എടുത്ത് കൊടുക്കുന്നത് ശിവൻ പാർവതിയെ അണിയിച്ച ആ ഓർമ്മയെ നിലനിർത്തുന്ന ഈ മരണമാല്യമാണ്. അപ്പോൾ പലപ്പോഴും ക്രിസ്ത്യാനികൾ പ്രസംഗിക്കുന്നത് ഹൈന്ദവ മേഖലയിലുള്ള സംസ്കാരം വളരെ പ്രാചീനമായ സംസ്കാരമാണ്, നികൃഷ്ടമായ സംസ്കാരമാണ്, അത് ബഹുദൈവ കൺസെപ്റ്റാണ്, അതൊരിക്കലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും അച്ഛന്മാരും മെത്രാന്മാരും ബിഷപ്പുമാരും ഒക്കെ വധുവിനെ അണിയിക്കാനായി വരനെ ഏൽപ്പിക്കുന്നത്, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വാഴ്ത്തി നൽകുന്നത് ഈ ശിവൻ പാർവതി അണിയിച്ച ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ താലിമാല ചാർത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി സംസ്കാരങ്ങൾ ഭാരതത്തിൻ്റെ പൈതൃകത്തിനകത്ത് നിന്ന് നമ്മൾ അനുവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ്, പൊരുളെന്താണ്, സത്യം എന്താണ് എന്നുകൂടെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഈ രീതിയിൽ ഹൈന്ദവ മേഖലയിലുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ അറിവിൽ കിട്ടിയ ഒരു കാര്യത്തെ ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം.